ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ പറയട്ടെ, ഇതൊരു IPO റിവ്യൂ വീഡിയോ ആണ്. ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൊറാന വീവേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ IPO ആണ്. ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത് അവസാന ദിവസമാണ്. അതായത് ഇന്ന് IPOന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസമായിട്ടുള്ള 22 മെയ് 2025 സോ വൈകിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത്. ഏതായാലും കുറേ ആളുകളെങ്കിലും നമ്മുടെ IPO വീഡിയോ കാത്തിരിക്കുന്നുണ്ട് എന്നെനിക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് ലഭ്യമായി. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ അവസാന നിമിഷത്തിൽ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതുവരെ നിങ്ങൾ IPOക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു വീഡിയോ കൂടി കേട്ടതിന് ശേഷം നിങ്ങളുടെ ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അത് നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. അവരെ നിരാശപ്പെടുത്താതിരിക്കാനാണ് ഈ ഒരു വീഡിയോ നടത്തുന്നത്. ഓക്കെ, എനിവേ, ബൊറാന വീവേഴ്സ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂരത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രേ ഫാബ്രിക് മാനുഫാക്ചറാണ്. ഈ തുണികളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയാം നമുക്ക്. അതായത് അൺബ്ലീച്ച്ഡ് ആയിട്ട് സിന്തറ്റിക് ഗ്രേ ഫാബ്രിക്സ് ആണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ ഈ സാധനം ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ ടെക്സ്റ്റൈൽസിലും ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിലും അതുപോലെ തന്നെ ഹോം ഡെക്കോർ ചെയ്യാനും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടുന്നുള്ള തുണികളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കമ്പനിയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഏകദേശം പോളിസ്റ്റർ സെക്ടറിയാണും അതുപോലെ തന്നെ ഇതൊക്കെ നോക്കുമ്പോൾ 23 കോടി മീറ്റർ ഒരു വർഷം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് ഈ കമ്പനിക്കുള്ളത്. ഏകദേശം 80% യൂട്ടിലൈസേഷൻ കമ്പനി ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ചെറിയൊരു IPO ആണ്. 145 കോടി രൂപയുടെ IPO ആണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു IPO, പ്രധാന മെയിൻ ബോർഡ് IPO വരുന്നത്. സോ ഈ 145 കോടി രൂപയിൽ ഫ്രഷ് ഇഷ്യൂ ആണ്, കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ്. അതായത് കംപ്ലീറ്റ് പണവും പോകുന്നത് കമ്പനിയിലേക്ക് തന്നെയാണ്. ഇതിൽ 71 കോടി രൂപയും കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ്. അതായത് പുതിയ ഒരു സംഭവം ഏറ്റെടുത്ത് അതിലേക്ക് പുതിയ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റേ 27 കോടി രൂപ കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് കമ്പനി മാറ്റിവെക്കുന്നത്. 205 രൂപ മുതൽ 216 രൂപ വരെയാണ് ഈ IPOയുടെ പ്രൈസ് ബാൻഡ് ഉള്ളത്. ഏതായാലും 576 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനിയിൽ 25% കമ്പനി ഡൈല്യൂട്ട് ചെയ്യുന്നത്. IPO 20 മെയ് മുതൽ 22 മെയ് 2025 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 27 മെയ് 2025 ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏതായാലും ഈ ടെക്സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീം ഇപ്പോൾ വളരെ ലൈം ലൈറ്റിലാണ്. പ്രത്യേകിച്ചും ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും അവിടെയുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ടെക്നിക്കലി ഒരു അഡ്വാൻറ്റേജ് ഉള്ള സമയമാണ് ടെക്സ്റ്റൈൽ സെക്ടറിൽ. അതുകൊണ്ട് തന്നെ വളരെയേറെ ആളുകൾ ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള ഈ ഒരു IPO നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ആ രീതിയിലുള്ള സപ്പോർട്ടും മോട്ടിവേഷനുമാണ് കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് IPOയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 11.3 കോടി രൂപയുടെ ആനുവൽ കപ്പാസിറ്റിയാണ്, ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനാണ് ഈ കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത്. അത് 49% അധിക കപ്പാസിറ്റി എക്സ്പാൻഷൻ അഡീഷനാണ് 2026 കമ്പനി പ്ലാൻ ചെയ്തത്. അതായത് ഇപ്പോൾ 11.3 കോടി രൂപയുടെ ആനുവൽ കപ്പാസിറ്റി എക്സ്പാൻഷനാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. 49% ഇപ്പോഴത്തെ നിലവിൽ നിന്നും 49% എക്സ്പാൻഷനാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 71 കോടി രൂപയാണ് കമ്പനി IPOയിൽ നിന്നും നീക്കിവെക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു IPOയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രമാണ് ഈ കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ട് കമ്പനി തയ്യാറെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹെൽത്തി ഗ്രോത്ത് വിസിബിലിറ്റിയാണ് 2027 മുതൽ കമ്പനിക്ക് ഉണ്ടാവുക. ബാലൻസ് ഉള്ള 27 കോടി രൂപ കമ്പനി വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് നീക്കിവെക്കുന്നത്. ഈ ഒരു പുതിയ കപ്പാസിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കമ്പനിക്ക് കൂടുതൽ പണം ആവശ്യമുണ്ടാകും. അതിലേക്കാണ് നീക്കിവെക്കുന്നത്. മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയാം. അതിലേക്ക് പുതിയ ഹൈടെക് വാട്ടർ ജെറ്റ് ഹോംസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയും അവരുടെ ലേബർ ഡിപ്പെൻഡൻസിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പുതിയൊരു ടൈപ്പോട് കൂടി സാധിച്ചിട്ടുണ്ട് കമ്പനിക്ക്. അതുകൊണ്ട് തന്നെ ഹെൽത്തി മാർജിൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. 2024 സാമ്പത്തിക വർഷത്തിലെ മൊത്തം സെയിൽസ് 199 കോടി രൂപയായിരുന്നു. അതിൽ നിന്നും 24 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ്, അതായത് അറ്റാദായം ഉണ്ടാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് 12% മാർജിനാണ് കമ്പനിക്കുള്ളത്. ഇനി 2025 സാമ്പത്തിക വർഷത്തിലെ മുഴുവൻ കാര്യങ്ങൾ നമുക്കില്ല എങ്കിലും കഴിഞ്ഞ 9 മാസത്തെ കാര്യം നോക്കുമ്പോൾ, അതായത് 2025 സാമ്പത്തിക വർഷത്തെ സെപ്റ്റംബർ വരെയുള്ള കാര്യം നോക്കുന്ന സമയത്ത് 212 കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയ കമ്പനിക്ക് 29 കോടി രൂപയാണ് അറ്റാദായമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 13.8% മാർജിനാണ് കമ്പനിക്കുള്ളത്.
അതായത് ഇതിൽ ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 9 മാസത്തെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് 4 മുതൽ 5 കോടി രൂപ വരെ എക്സെപ്ഷണൽ ഗെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടാതെയാണ് ഈ പറയുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തെ 9 മാസത്തെ നെറ്റ് മാർജിൻ ഏകദേശം ഒരു 12% വിസിബിലിറ്റി, ഹെൽത്തി വിസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 12 രൂപ ആണ് 2024 കമ്പനി ഉണ്ടാക്കിയത്. 2025 9 മാസം കൊണ്ട് കമ്പനി 15 രൂപ ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 50%-ഓളമാണ്. അതും കാപ്പക്സിന് ശേഷം അത് 2027 ഓൺവേർഡ്സ് ഒരു 23% മുതൽ 28% വരെ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ 2025 EPS ഏകദേശം 18 രൂപയിലെത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് വെറും 12x കമ്പനി ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ബേസിൽ. അതൊരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈസിങ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡബിൾ ഡിജിറ്റ് മാർജിൻ കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള 2 പേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ടെക്സ്റ്റൈൽ മേജറായിട്ടുള്ള KPR മിൽസ് തന്നെയാണ്. അതിൽ 6400 കോടി രൂപയുടെ റവന്യൂ ആണ് അവർക്ക് ഒരു വർഷം ഉള്ളത്. അവരുടെ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് 12%. അവരുടെ PE ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 50 മുകളിലാണ്. മറ്റൊന്ന് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ആണ്. അത് 10,000 കോടി രൂപയുടെ സെയിൽസ് ഉള്ള കമ്പനിക്ക് ഏകദേശം 9% നെറ്റ് മാർജിനാണുള്ളത്. ആ കമ്പനിയും ഏകദേശം പ്രൈസ് ടു ഏർണിങ്സ് 16x ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ബൊറാന അങ്ങനെ വഴി നോക്കുകയാണെങ്കിൽ വളരെ പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഏർണിങ്സിൽ നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വിസിബിലിറ്റി ക്ലിയർ ആണെന്നുള്ളതാണ്. അപ്പോൾ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കാണ്. കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നും. അതായത് IPO കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ആ പണം ഉപയോഗിക്കാൻ കമ്പനി പോകുന്നത്. സോ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് കമ്പനിക്ക് നടന്നിരിക്കുന്നത്. അതൊരു കാര്യമായിട്ട് തോന്നുന്നു. സോ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു IPO ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഈ ഒരു സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് കൂടി പോസിറ്റീവ് ആവേണ്ടതായിട്ടുണ്ട്. ഏതായാലും അപ്ലൈ ചെയ്യാവുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് എനിക്കുള്ളത്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒരു ലിസ്റ്റിംഗ് ഗെയിനോ മറ്റോ കിട്ടുകയാണെങ്കിൽ, ഡീസൻ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാനുള്ള ഒരു കമ്പനിയാണ് ബൊറാണ വീവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. IPO ഉണ്ടാകുന്ന പ്രൈസിങ്ങിനെ സംബന്ധിച്ചിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ലിസ്റ്റിങ്ങിന് ശേഷം എങ്ങനെ കമ്പനി പെർഫോം ചെയ്യുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഏതായാലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാത്തവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കടന്നുപോയി മറ്റൊരു IPOക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും 2-3 IPOകൾ ഇൻലൈൻഡ് വെയിറ്റിംഗ് ആണ്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളുമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിവാർഡായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.